നിങ്ങൾക്കറിയാമോ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ ലോകരാഷ്ട്രങ്ങൾ ഭയക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? നിലവിൽ ലോകം 2 യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ ഇസ്രയേൽ ഹമാസ് യുദ്ധവും രൂക്ഷമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് അണിയറയിൽ മറ്റൊരു യുദ്ധത്തിനും ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നത്. ഇസ്രയേൽ ഇറാൻ യുദ്ധം ഏത് നിമിഷവും സംഭവിക്കാം എന്ന് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മൂന്നാമതൊരു യുദ്ധം കൂടി താങ്ങാനുള്ള ശേഷി ഈ ഭൂമിക്കില്ലെന്ന് സഖ്യകക്ഷികൾ ഉൾപ്പെടെ ഇസ്രയേലിനെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുമ്പോഴും തങ്ങളുടെ അതിർത്തി കടന്ന് തീമഴ പെയ്യിച്ച ഇറാന്റെ വീറിന് ആദ്യഘട്ട മറുപടി ഇസ്രയേൽ നൽകിക്കഴിഞ്ഞു. ഇസ്രയേലിലേക്ക് ഇറാൻ വ്യോമാക്രമണം നടത്തിയതിന് പ്രതികാരമായി ഇസ്രയേലും ഇറാൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ കനത്ത വ്യോമാക്രമണമാണ് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനിയുടെ 85ാം ജന്മദിനത്തിൽ ഇസ്രായേൽ നടത്തിയത്. ഇറാൻ നഗരമായ ഇസ്ഫഹാൻ സൈനിക താവളത്തിന് സമീപം നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൈനിക നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ആക്രമണം. ഇറാന്റെ നിരവധി ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാനിൽ പക്ഷേ അവയെല്ലാം സുരക്ഷിതമാണെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ ലോകം മറ്റൊരു യുദ്ധത്തിന് കൂടി സാക്ഷിയാകേണ്ടി വരുമെന്ന സാഹചര്യം ഒത്തുവന്നു കഴിഞ്ഞു. പക്ഷേ സഖ്യകക്ഷികളായ അമേരിക്ക ഉൾപ്പെടെ ഒരു യുദ്ധത്തിൽ നിന്നും ഇസ്രായേലിനെ വിലക്കുകയാണ്. ലോകത്തോട് വിളിച്ചു പറഞ്ഞ ശേഷമാണ് ഇറാൻ ഇസ്രയേലിനെതിരെ വ്യോമാക്രമണം നടത്തിയത്. എന്തിനാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തത്? ഏപ്രിൽ 1 സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ നടന്ന ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ 13 അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. ഡമാസ്കസിലെ ഇറാന്റെ എംബസിക്ക് നേരെയുള്ള ആക്രമണത്തിൽ മുഹമ്മദ് റിസ സഹേദി, മുഹമ്മദ് ഹാദി റഹീമി എന്നീ സൈനിക ജനറൽമാരടക്കമാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ പരസ്യമായി അംഗീകരിച്ചിരുന്നു. ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിനെ ശിക്ഷിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി നേരിട്ടാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഇസ്രയേൽ ലക്ഷ്യമാക്കി ഇറാനും ഹിസ്ബുള്ളയും ആക്രമണം നടത്തിയത്. ഇറാനും ഹിസ്ബുള്ളയും ഇസ്രയേൽ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട മിസൈലുകളെയും ഡ്രോണുകളെയും അതിർത്തിക്കപ്പുറത്ത് വെച്ച് തന്നെ തടയാനായി എന്ന് ഇസ്രയേൽ പറയുമ്പോഴും ഇസ്രയേലിന്റെ കണ്ണിൽപ്പെടാതെ ഇസ്രയേൽ മണ്ണിൽ പതിച്ച മിസൈലുകളിൽ ചിലതാണ് അവരുടെ മനസ്സിലെ മുറിവിന്റെ ആഴം കൂട്ടുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തരാണ് തങ്ങളെന്ന് സ്വയം വിശ്വസിക്കുന്ന ഇസ്രയേലും ഇറാനും നേർക്കുനേർ പോരാടാൻ ഇറങ്ങിയാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നാം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഇരു രാജ്യങ്ങളും ആണവായുധങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് വരുന്നത്. എങ്കിലും ആണവായുധത്തോളം അപകടമുണ്ടാക്കാൻ കഴിയുന്ന സൈനിക ശക്തികളാണ് ഇറാനും ഇസ്രായേലും. ഒരു കാലത്ത് പഹ്ലവി രാജവംശത്തിലെ ഷാമാർ ഭരണം നടത്തിയിരുന്ന പണ്ടത്തെ പെർഷ്യ എന്ന ഇപ്പോഴത്തെ ഇറാനിൽ ഇപ്പോൾ ഇസ്ലാമിക ഭരണമാണ്. ഷാ മുഹമ്മദ് റസ പഹ്ലവിയെ അട്ടിമറിച്ച് അയത്തുള്ള റുഹുള്ള ഖൊമേനി ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഭരണം പിടിക്കുന്നതുവരെ ഇറാൻ ഇസ്രയേൽ ബന്ധം തർക്കങ്ങളുടെയും സൗഹൃദത്തിൻ്റെയും മിശ്രിതമായിരുന്നു. എന്നാൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ലോകത്തിലെ ഏക ജൂതരാജ്യത്തോട് അകലം പാലിക്കാനും ഇസ്രയേലിൻ്റെ എതിരാളികളായ പലസ്തീനികളോട് ഐക്യപ്പെടാനും ഇറാൻ ശ്രമിച്ചു. ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ പലസ്തീൻ നേതാവ് യാസർ അറാഫത്ത് ഇറാൻ സന്ദർശിക്കുന്ന വേളയിൽ പലസ്തീനിനെ പിന്തുണച്ച് വൻ ഇറാൻ ജനാവലി തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു. എന്നാൽ ആ ബന്ധത്തിൽ ഇടിവ് സംഭവിക്കാൻ കാരണം ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് അറാഫത്ത് സദ്ദാം ഹുസൈന് പിന്തുണ കൊടുത്തതാണ്. അക്കാലത്ത് അമേരിക്കൻ ഉപരോധം കാരണം ശക്തരായ ഇറാഖിനെ നേരിടാൻ ഇറാന് ആയുധങ്ങൾ വേണമായിരുന്നു. ഇസ്രായേൽ വിരുദ്ധത തുടരുമ്പോഴും ആ സമയം ആയുധങ്ങൾക്കായി ഇറാൻ ആശ്രയിച്ചത് ഇസ്രായേലിനെ തന്നെയായിരുന്നു. കൂടാതെ ഇറാഖിൻ്റെ ആണവായുധ പദ്ധതിയുടെ കേന്ദ്ര ഘടകമായിരുന്ന ഒസിറാഖ് ആണവ റിയാക്ടർ ബോംബിട്ട് തകർത്ത് ഇസ്രായേൽ ഇറാന്റെ യുദ്ധശ്രമത്തിന് നേരിട്ട് പിന്തുണ നൽകുകയും ചെയ്തിരുന്നു എന്നത് മറ്റൊരു ചരിത്രം. അതേ ഇറാൻ തന്നെ പിന്നീട് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ പലസ്തീനിലെയും ലെബനനിലെയും പുതിയ ശക്തികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. പലസ്തീനിൽ ഉയർന്നു വന്ന ഹമാസിനും ഇറാൻ വലിയ പിന്തുണ നൽകി. ഇറാൻ ഹമാസിൻ്റെ പ്രാഥമിക സൈനിക സാമ്പത്തിക പങ്കാളിയാവുകയും ചെയ്തു. അതിനു പകരമായി വർഷങ്ങളായി ഇറാൻ സർക്കാരിനെ എതിർക്കുന്ന വിവിധ ഗ്രൂപ്പുകൾക്ക് ഇസ്രയേലും പിന്തുണ നൽകി. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത എന്നതിനപ്പുറം 2 മതവിശ്വാസങ്ങൾ തമ്മിലുള്ള കുടിപ്പക എന്ന നിലയിലാണ് ഇറാൻ ഇസ്രയേൽ തർക്കം രൂക്ഷമാകുന്നത്. നേരിട്ട് അതിർത്തി പോലും പങ്കിടാത്ത 2 രാജ്യങ്ങളുടെ ഈ ശത്രുത ആളിക്കത്തിയാൽ അത് ഇന്നത്തെ ലോകക്രമത്തിൽ നിലനിൽക്കുന്ന സമാധാനത്തെ കെടുത്തും എന്ന് ഉറപ്പാണ്. ലോക സൈനിക ശക്തിയിൽ ഇറാന് 14ാം റാങ്കും ഇസ്രയേലിന് 17ാം റാങ്കുമാണ് ഉള്ളത്. രാഷ്ട്രീയ സ്വാധീനം, സൈനിക ശേഷി, ഇൻ്റലിജൻസ് മികവ് എന്നിങ്ങനെ പല മേഖലകളിലും ഇസ്രയേലിന് ശക്തമായ മുൻതൂക്കമുണ്ട്. 90,43,900 ജനസംഖ്യയുള്ള ഇസ്രയേലിൽ 1,70,000 സജീവ സൈനികരും 4,65,000 റിസർവ് സൈനിക വിഭാഗവുമുണ്ട്. 1,376 ടാങ്കുകളും 43,407 കവചിത വാഹനങ്ങളും 650 പീരങ്കികളും 150 റോക്കറ്റ് ലോഞ്ചറുകളുമുള്ള ഇസ്രയേലിന് കരയുദ്ധത്തിൽ യഹൂദന്റെ ധീരത തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. 500 മെർക്കാവ ടാങ്കുകളാണ് ഇസ്രയേലിൻ്റെ കരയുദ്ധത്തിലെ കരുത്ത്. ലോകത്തെ ഏറ്റവും ആധുനികമായ സേനകളിലൊന്നാണ് ഇസ്രയേലിൻ്റെ വായുസേന. ആധുനിക F-35 പോർ വിമാനങ്ങളടക്കം ഇസ്രയേൽ വായുസേനയ്ക്ക് സ്വന്തമാണ്.
കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്നതിനുള്ള സ്മാർട്ട് ബോംബുകൾ ഇസ്രയേലിനുണ്ട്. 612 യുദ്ധവിമാനങ്ങളാണ് ഇസ്രയേലിനുള്ളത്. മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷ്യത്തിലെത്തും മുമ്പേ തകർക്കുന്ന അയൺ ഡോം അടക്കമുള്ള മിസൈൽ വേദ സംവിധാനങ്ങളും ഇസ്രയേലിന് കരുത്തുകൂട്ടുന്നു. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിൻ്റെ കൈവശം 80 ആണവ ബോംബുകളുണ്ട്. ഇതിൽ 30 വിമാനങ്ങളിൽ നിന്ന് തൊടുക്കുന്ന ഗ്രാവിറ്റി ബോംബുകളാണ്. ബാക്കി 50 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്നവയും. ആണവ ശക്തിയാണെങ്കിലും ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിന് ഈ കരുത്ത് പ്രകടിപ്പിക്കാനാവില്ല. എന്നാൽ അതിർത്തിക്കപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രയേലിൻ്റെ ആണവായുധ ശേഷി അടക്കമുള്ള കരുത്തുകൾ നിർണായക സ്വാധീനമാവുകയും ചെയ്യും. ഇസ്രയേലിന് ഇത്രയേറെ കരുത്തുണ്ടെങ്കിൽ അതിലും ഒരുപടി മുന്നിലാണ് ഇറാൻ എന്ന് പറയേണ്ടി വരും. 7,90,50,000 ജനസംഖ്യയുള്ള ഇറാനിൽ 6,10,000 സജീവ സൈനികരും 3,50,000 റിസർവ് സൈനിക അംഗങ്ങളുമുണ്ട്. മതത്തിനു വേണ്ടി മരിച്ചാൽ അന്ത്യവിധിയിൽ രക്തം സാക്ഷ്യം പറയുമെന്ന ഇസ്ലാമിക വിശ്വാസവും ചേരുമ്പോൾ മരണഭയമില്ലാത്ത പോരാളികളെയാണ് ഇസ്രായേലിന് നേരിടേണ്ടി വരിക. 1996 ടാങ്കുകളും 65,765 കവചിത വാഹനങ്ങളും 580 പീരങ്കികളും 775 റോക്കറ്റ് ലോഞ്ചറുകളും ഇറാൻ ആക്രമണ നിരയിലുണ്ട്. 551 യുദ്ധവിമാനങ്ങളും 186 ആക്രമണ വിമാനങ്ങളുമുണ്ട്. മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഖൈബർ ബസ്റ്റർ എന്ന ഇറാൻ മിസൈലിന് സമീപ മേഖലയിലുള്ള US ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്നാണ് വാദം. കഴിഞ്ഞ വർഷം തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചു. ഫത്താഹ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചുകയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിൻ്റെ എയ്റോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്താഹ് വികസിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ആണവ രാഷ്ട്രമല്ലെങ്കിലും സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഇറാനുണ്ട്. അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ അളവിൽ ഉയർത്തിയിട്ടുണ്ടത്രേ. വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എന്ന തലത്തിന് വളരെ അടുത്താണ് ഇറാനെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇത്രയേറെ സൈനിക ശേഷിയുള്ള 2 രാജ്യങ്ങൾ നേർക്കുനേർ പോരിനിറങ്ങിയാൽ മേഖലയിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. നിലവിൽ 2 യുദ്ധങ്ങളുടെ ദുരിതം പേർന്ന ഈ ഭൂമിക്ക് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൻ്റെ ദുരിതം താങ്ങാനുള്ള ശേഷിയുണ്ടാകില്ലെന്ന് ലോക നേതാക്കൾ ആശങ്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ഇറാൻ്റെ അടിയിലും ഇസ്രായേലിൻ്റെ തിരിച്ചടിയിലും അതീവ ജാഗ്രതയിലാണ് ലോകം, പ്രത്യേകിച്ച് പശ്ചിമേഷ്യ. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥ.